പത്തനാപുരം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. കടയ്ക്കാമൺ, പിറവന്തൂർ, കുരിയോട്ടുമല ഉന്നതി മേഖലകളിലായിരുന്നു പര്യടനം. മലയോര ഗ്രാമങ്ങളിൽ പര്യടനം നടത്തി പത്തനാപുരം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. കടയ്ക്കാമൺ, പിറവന്തൂർ, കുരിയോട്ടുമല ഉന്നതി മേഖലകളിലായിരുന്നു പര്യടനം. രാവിലെ കടയ്ക്കാമണ്ണിൽ നടന്ന രണ്ടാം ദിവസത്തെ സ്വീകരണ പര്യടനത്തിൽ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, N ജഗദീശൻ, നജീബ് മുഹമ്മദ്, ബിജു കൃഷ്ണൻ, J മധു, H റിയാസ് മുഹമ്മദ്, K വാസുദേവൻ, K ബാബു, G രതീഷ്, സുനിത രാജേഷ്, M തോമസ്, സജി കോൺകുറ്റിയിൽ, VI സാംകുട്ടി, R ജയൻ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും വോട്ട് തേടി. രണ്ടാം ദിവസത്തെ സ്വീകരണ പരിപാടി അമ്പല ജംഗ്ഷനിലാണ് സമാപിച്ചത്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ 25 വർഷവും നിങ്ങളോടൊപ്പം അക്ഷീണം പരിശ്രമിക്കുകയും നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ ഓരോ സുഖദുഃഖങ്ങളിലും പങ്കാളിയായിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. ഈ പ്രദേശത്തെ ഒരാൾക്കൊരു അസുഖം വന്നാൽ പോലും കേരളത്തിലെ ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, നിങ്ങളൊരു അസുഖവുമായി ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ മറ്റെവിടേക്ക് പോയാലും അവിടെ എൻ്റെ പുറകെയുള്ള വിളിയുണ്ട്, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ. അങ്ങനെ അനേകരെ നമുക്ക് സുഖജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ, നാടിൻ്റെ വികസനം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഇവിടെ ജനവിധി തേടുന്ന എനിക്ക് നിങ്ങൾ ടെലിവിഷൻ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി അനുഗ്രഹിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭൂമിക്കുള്ള പട്ടയരേഖകൾ ശരിയാക്കാനുള്ള നടപടികൾ എടുത്ത ഗവൺമെൻറ്റാണ്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാർ. കൈവശരേഖയുള്ളവർക്ക് പട്ടയം നൽകുന്ന സർക്കാരിൻ്റെ നയം അത് തുടരുകയാണ്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി രണ്ടാം പിണറായി സർക്കാർ 5 ലക്ഷത്തിലധികം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശവും നൽകിയ സർക്കാരാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.